കണ്ണൂരിലും നവരാത്രിയോടനുബന്ധിച്ച് നിരവധി ആഘോഷങ്ങളാണ് ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ നവരാത്രി ആഘോഷങ്ങൾ രണ്ടാം ദസറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നഗരത്തിനകത്തെ നിരവധി ക്ഷേത്രങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയാണ്. കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് പെരുമയേറെയാണ്. നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന പുരാതനമായ കോവിലുകൾ സംഗീത നൃത്തച്ചുവടുകളാൽ സമ്പന്നമാകുന്നത് നവരാത്രി നാളിലാണ്. ദീപപ്രഭ ചുരിഞ്ഞ് നഗരം കാഴ്ചയുടെ മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഈ രാവുകളിൽ തന്നെ. കണ്ണൂർ തന്നെ 5-8 ക്ഷേത്രങ്ങളുണ്ട്. ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നമ്മളിപ്പം കുറേ കാലമായിട്ട് കുറേ നല്ല ഉഷാറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കമ്മിറ്റി മാറി വരുമ്പോൾ പല മാറ്റങ്ങളും വന്നതാണ്. അങ്ങനെ ഇപ്പം ഉഷാറായി. ഇപ്പം നമ്മളിവിടെ അന്നദാനമുണ്ട്. എല്ലാ ദിവസവും 10 ദിവസമാണ്. 10 ദിവസത്തിൽ 11 ദിവസം. ഇത്തവണ 11 ദിവസം അന്നമുണ്ട്. 11ാമത്തെ ദിവസം 35 ഐറ്റംസ് ആയിട്ട് മഹാദസറ സദ്യ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. രണ്ടാം ദസറ എന്നാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങളെ അറിയപ്പെടുന്നത്. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ ആഘോഷത്തിനും തുടക്കമായിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു നിർത്തിയുള്ള ആഘോഷ കൂട്ടായ്മയാണ് കണ്ണൂർ ദസറ. കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾ കണ്ണൂരിലെ ജനത നെഞ്ചേറ്റിയ ആഘോഷമായിരുന്നു. ഒരുപാട് വർഷക്കാലം കണ്ണൂരിലെ വ്യത്യസ്തങ്ങളായ കോവിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സംഗീത ഉത്സവങ്ങൾ, ആ സംഗീത ഉത്സവത്തോടൊപ്പം തന്നെ വ്യാപാര ഉത്സവങ്ങൾ, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് നടത്തിയ ആഘോഷമായിരുന്നു കണ്ണൂരിലെ നവരാത്രി ആഘോഷം. മൈസൂർ ദസറ കഴിഞ്ഞാൽ നവരാത്രി ആഘോഷത്തെ പൊലിമയോടെ കൊണ്ടു നടന്ന പ്രധാനപ്പെട്ട സ്ഥലം കണ്ണൂരായിരുന്നു. കണ്ണൂർ ദസറയ്ക്ക് തുടക്കം കുറിച്ചതോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നു ചേരാൻ തുടങ്ങി. കണ്ണൂരിലെ ജനതയ്ക്ക് പുതിയ ആഘോഷരാവുകൾ സമ്മാനിക്കുകയാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾ. കേരളത്തിലെ മാത്രമല്ല പുറത്തുള്ള സംഗീതജ്ഞർ പോലും കണ്ണൂരിലെ നവരാത്രി ആഘോഷത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നത് വലിയ അംഗീകാരമായി കരുതിയിരുന്നു. ആ പരിപാടിയാണ് 2014 കണ്ണൂർ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്തുകൊണ്ട് കണ്ണൂർ ദസറ എന്ന പേരിൽ അത് പുനരാവിഷ്കരിച്ചത്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒക്ടോബർ 2 വരെ നടക്കുന്നത്. എല്ലാവരും കൂടി ചേരുന്ന ഒരു ആഘോഷം കൂടിയാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷം. കണ്ണൂരിൻ്റെ ദസറ എന്നാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ആഘോഷങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഓണാഘോഷങ്ങൾക്ക് ശേഷം കണ്ണൂർ നഗരം മറ്റൊരു ഉത്സവത്തിന് വേദിയായിരിക്കുകയാണ്. നഗരത്തിൻ്റെ രാപ്പകലുകളെ സംഗീത സാന്ദ്രമാക്കുന്ന ആനന്ദോത്സവത്തിനുള്ള വേദി. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.